ദീപ്തി മേരി വർഗീസ് നമുക്കൊപ്പമുണ്ട്. ദീപ്തി, എന്റെ ചോദ്യം ഇതായിരുന്നു. ഈ UDF സർക്കാരിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് വളരെ വിജയകരമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗതാഗത വകുപ്പ് മന്ത്രി പറയുന്നത് ഈ പരമദരിദ്രരായിട്ടൊക്കെ ചിലർ അഭിനയിക്കുകയാണ്. ഇന്ദിരാ പ്രിയദർശിനി ബസ്സിൽ യാത്രയിൽ ആളുകൾ തള്ളിക്കയറുന്ന ആളുകൾ സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുകയാണെന്നൊക്കെ പറയുന്നത് അധിക്ഷേപകരമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? ശ്രീ അരുൺകുമാർ, അതിനെ അദ്ദേഹം പറഞ്ഞത് പരമദരിദ്രർ എന്നുള്ളതല്ലല്ലോ. അദ്ദേഹം 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട് സൗജന്യ യാത്ര. രണ്ടാമതായി പറയുന്നത് സ്വകാര്യ ആശുപത്രികളെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത് പറയുന്നത് സ്വകാര്യ സ്കൂളുകളെ പറ്റിയാ പറയുന്നത്. അദ്ദേഹം എംഫസൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, തീർച്ചയായിട്ടും പ്രിയദർശിനി സൗജന്യ യാത്ര എന്ന് പറഞ്ഞപ്പോൾ ധാരാളമായി സ്ത്രീകൾ അതിൽ കയറുന്നുണ്ട്, അതിൽ തള്ളിക്കയറുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ സ്ത്രീകളുടെ കയ്യിൽ പണമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണം, അതായത് സാമ്പത്തികമായ ഭദ്രത സ്ത്രീകൾക്കില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമതായി പറയട്ടെ അരുൺകുമാർ, പ്ലീസ് അരുൺകുമാർ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കൾ പറഞ്ഞോ. അതൊന്ന്. 2, അദ്ദേഹം അതിനോടനുബന്ധിച്ച്, ഞാൻ അത് മുഴുവൻ കണ്ടിട്ടാണ് പറയുന്നത്, അതിനോടനുബന്ധിച്ച് അദ്ദേഹം പറയുന്നുണ്ട് സ്വകാര്യ ആശുപത്രികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം. നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കിടക്കാൻ സ്ഥലമില്ലാതെ വരാന്തയിലായിരിക്കും കിടക്കുന്നത്, എന്നാൽ പോലും നമ്മൾ അവിടെ കിടക്കാൻ തയ്യാറാകുന്നു. അത് സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല. പിന്നെ അതേപോലെ അല്ലല്ല അതിന്റെ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കൂ. ഞാൻ പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. സ്വകാര്യ ആശുപത്രിയിൽ പണം ധാരാളമായി സ്പെൻഡ് ചെയ്യേണ്ട പോകുന്ന ഒരു സ്ഥലമാണ്. എന്നാൽ സർക്കാർ ആശുപത്രിയിൽ പണം കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ട് അങ്ങനെയല്ല, വരാന്തയിലാണേലും നമ്മൾ കിടക്കാൻ തയ്യാറാകുന്നു. പണമില്ലാത്തവർ അങ്ങനെ പോകാൻ തയ്യാറാകുന്നു. 2, സൗജന്യ ബസ് യാത്ര വന്നപ്പോൾ സ്ത്രീകൾ ധാരാളമായി അതിന്റെ അകത്ത് പോകുന്നു. കയ്യിൽ പണമില്ല. ഇത് രണ്ടും അങ്ങനെ തന്നെ. പിന്നെ അദ്ദേഹം കണക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്നാൽ ആയിരക്കണക്കിന് രൂപ, അപ്പൊ ഒരു ടേം ഫീ തന്നെ 1000കണക്കിന് രൂപ കൊടുക്കുന്ന പ്രൈവറ്റ് സ്കൂളുകൾ, സമയം സർക്കാർ സ്കൂളുകളിൽ എങ്ങനത്തെ അധ്യാപകരായുള്ളത്? റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ഏറ്റവും, അതായത് സ്വകാര്യ സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുന്നവര് അഭിനയിക്കുന്നു എന്നാണോ? ദരിദ്രരായിട്ട് അഭിനയിച്ച ബസ്സിൽ യാത്ര ചെയ്യുന്നു എന്നാണോ പറഞ്ഞത്? എനിക്കൊന്നും ബാംഗ്ലൂർ മറ്റോ ആണ് ദീപ്തി മേരി വർഗീസ്, അല്ലാതെ ക്ലാരിറ്റി ഇല്ല. ദീപ്തി മേരി വർഗീസ്, എന്നാൽ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. ഹലോ. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോ സ്വകാര്യ സ്കൂളുകളിൽ വലിയ തുക കൊടുത്ത് നമ്മൾ ആളുകൾ ഇതേ സ്ത്രീകൾ തന്നെ പഠിപ്പിക്കാൻ എന്തുകൊണ്ട് ആകുന്നു? നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള നല്ല അധ്യാപകരുള്ള അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ദീപ്തി പറയുന്നതാ. അതൊക്കെ ദീപ്തിയുടെ പ്രസംഗമാണ്. ഞാൻ CP ജോണിന്റെ പ്രസംഗത്തെ കുറിച്ച് ചോദിച്ചത്. CP ജോൺ പറഞ്ഞത് അങ്ങനെ ഒന്നുമല്ല. CP ജോൺ പറഞ്ഞത് പരമദരിദ്രരായിട്ട് അഭിനയിക്കുന്നു എന്നാണ്. പരമദരിദ്രരായിട്ട് അഭിനയിക്കുന്നവരുണ്ടോ കേരളത്തിൽ? പരമദരിദ്രരായിട്ട് അഭിനയിക്കുന്നവരുണ്ടോ കേരളത്തിൽ? ഈ കേരളത്തിലെ ഈ പ്രിയദർശിനി ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകൾ അഭിനയിക്കുന്ന സ്ത്രീകളാണോ? എനിക്കൊന്ന് ടെലിഫോണിന്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടതുകൊണ്ടാണ്.